ഹലോ, അങ്ങേയറ്റം വിഷമത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ നാടും കൂടി ആയിട്ടുള്ള പയ്യന്നൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നടന്ന സംഭവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ ഭയങ്കര വലിയ രീതിയിൽ വൈറലാവുകയും ഒരുപാട് ആൾക്കാർ റീഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. ഒരു സ്ത്രീ ബസ്സിൽ വെച്ചിട്ട് എനിക്കെതിരെ ലൈംഗിക അതിക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് എതിരെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ. ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വ്യക്തി ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് സ്വദേശി കുറച്ച് നേരം മുന്നേ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ആള് നല്ല മാനസികമായിട്ട് നല്ല സമ്മർദ്ദത്തിലായിരുന്നെന്നും നാണക്കേട് ഭയന്നിട്ടാണോ മറ്റാൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം കുറച്ച് നേരം മുന്നേ ആത്മഹത്യ ഉണ്ടായി. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഉറപ്പായിട്ട് അനുഭവിക്കും. ആ മനുഷ്യനെ കൊന്നു എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. അതായത് റീച്ചിന് വേണ്ടിയിട്ട് ബസ്സിൽ പോവുക, വീഡിയോ ഓണാക്കുക, എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക, എന്നിട്ട് വല്ലവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. ഇതാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവം. അത് പോരാത്തതിന് ഒരു പെണ്ണ് എന്നുള്ളൊരു പ്രിവിലേജ് നമുക്കുള്ളത് കൊണ്ട് തന്നെ ഒരാണിനെതിരെ ഏടെ വന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രൂഫ് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ താങ്ങാൻ വേണ്ടി കുറേ മീഡിയാസും കുറേ ആൾക്കാരും പിന്നെ നിയമപരിരക്ഷയും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്കുള്ളതുകൊണ്ട് ഇവിടെ ആണുങ്ങളുടെ അവസ്ഥ ഇനി കുറച്ച് ദയനീയകരമാകാൻ വേണ്ടി പോകുന്നതാണ് മനസ്സിലാക്കാൻ വരുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് എപ്പോഴെങ്കിലും പബ്ലിക് പ്ലേസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആ ബസ്സിലത്തെ തിരക്കും അവസ്ഥയും കണ്ടിട്ടാകുമ്പോൾ നമുക്ക് അറിയാം അയാൾ വേണമെന്ന് വെച്ചിട്ടാണോ അല്ലാണ്ടാണോ അത് ചെയ്തിട്ടില്ലേന്ന്. ഇനി അഥവാ അയാൾ വേണമെന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കാമായിരുന്നു, നിങ്ങൾക്കത് പബ്ലിക് ആക്കാമായിരുന്നു. എപ്പോൾ എന്നറിയോ, നിങ്ങളിത് ലീഗലായി മുന്നോട്ട് പോയിട്ട് അവിടുത്തെ അവസ്ഥകളെല്ലാം നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് പ്രൂഫായിട്ട് ഇത് കൊടുത്തിട്ട് പോലീസുകാരും ഇത് കൺഫേം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലീക്കാക്കായിരുന്നു. ഇതിപ്പോൾ അയാളുടെ ഭാഗം ഒന്ന് കേൾക്കാനോ അതെന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുന്നേ ഈ ഒരു തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ആ മനുഷ്യൻ മരിച്ച് അത്രയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. എന്തിനാണ് ഈ ഒരു റീച്ച് ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അതെല്ലാം തുടങ്ങി ഒരു ബസ്സിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, ഈ മനുഷ്യൻ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക. എനിവേ എന്തെങ്കിലും ആട്ടെ, ഇപ്പം നടന്നത് ഇനിയെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാണ്ടിരിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് പോയത്. വിധിന്യായവും കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ വന്ന് നടപ്പിലാക്കാൻ ഞാൻ ആളല്ല, എന്നെ പോലെയുള്ള ആരും ആളല്ല. കാരണം അതിന് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട്. എന്തായാലും നിജസ്ഥിതി പുറത്തു വരട്ടെ. പുള്ളിക്കാരി ഇതിനകത്ത് തെറ്റുകാരിയാണെന്നുണ്ടെങ്കിൽ പറ്റുന്നത്ര ശിക്ഷ പെണ്ണുങ്ങൾക്ക് കിട്ടട്ടെ. അത്രേ ഉള്ളൂ.